നമസ്കാരം. 2024-25 അധ്യയന വർഷത്തിലെ പോളിടെക്നിക് ഡിപ്ലോമ പ്രവേശനത്തിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റിൽ പ്രവേശിച്ച് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ ഫൈനൽ റാങ്ക്, ലാസ്റ്റ് ഇൻഡെക്സ് ഇൻ അലോട്ട്മെൻറ്റ് എന്നിവ പരിശോധിക്കാൻ സാധിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നതിനായി www.polyadmission.org എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ലെഫ്റ്റ് സൈഡിലുള്ള മെനുവിൽ ചെക്ക് യുവർ അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്നതിനായിട്ട് ഈ മെനു ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ, അതുമല്ലെങ്കിൽ മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്തതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ വരുന്ന നമുക്ക് നമ്മുടെ അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ചെക്ക് യുവർ അലോട്ട്മെൻറ്റ് എന്നുള്ള മെനുവിന് താഴെയുള്ള ചെക്ക് യുവർ റാങ്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ, അതിൽ ക്ലിക്ക് ചെയ്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ റാങ്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതും ഇതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ, അതുമല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ റാങ്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി തൊട്ട് താഴെയുള്ള മെനുവിൽ ലാസ്റ്റ് ഇൻഡെക്സ് ഇൻ അലോട്ട്മെൻറ്റ് എന്നുള്ളതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്ന് വരും. അവിടെ നമ്മൾ ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് പോളിടെക്നിക് കോളേജ് എന്നുള്ളത് വരും. അപ്പോൾ അവിടെ നമ്മൾ പോളിടെക്നിക് കോളേജിൻ്റെ പേര് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് ഡിപ്ലോമ പ്രോഗ്രാം, അതിൽ നമ്മൾക്ക് ആവശ്യം ഡിപ്ലോമ പ്രോഗ്രാം സെലക്ട് ചെയ്യാം. അതിനുശേഷം സെലക്ട് കോട്ട എന്ന് കാണിക്കും. അവിടെ ഓരോ കോട്ട, ജനറൽ, ട്യൂഷൻ ഫീവർ, THSLC, ട്യൂഷൻ ഫീവർ, അങ്ങനെ ഓരോ കോട്ട കാണിക്കും. അതിൽ നമ്മൾ ഏത് കോട്ടയിൽ പെട്ടിട്ടുള്ള ആളാണോ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിപ്ലോമ പ്രോഗ്രാമിന് ഏത് റാങ്ക് വരെയുള്ളവർക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെന്നും, അതുപോലെ തന്നെ ആ ഒരു പ്രോഗ്രാമിൽ എത്ര ഇൻഡെക്സ് സ്കോർ വരെയുള്ളവർക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്നും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അടുത്തുള്ള അലോട്ട്മെൻറ്റിന് ഓപ്ഷനുകളിൽ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് 4/7/2024 വരെയാണ്. ചിലപ്പോൾ ഡേറ്റിൽ വ്യത്യാസം വരുത്തിയേക്കാം. അപ്പോൾ ആ ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജിൽ ഹാജരായിട്ട് താൽക്കാലിക അഡ്മിഷൻ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാൻ സാധിക്കും. അല്ല, സ്ഥിരമായിട്ട് അഡ്മിഷൻ വേണ്ടവർക്ക് അതും എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേഷനുമായി പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.